ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് യാതൊരു ഇളവും നൽകാതെ തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് കോടതി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളം വളരെയധികം കാത്തിരുന്ന വിധിയായിരുന്നു പാറശാല ഷാരോൺ വധക്കേസിലേത്. ഇപ്പോഴത്തെ കേസിൽ ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. കരഞ്ഞുകൊണ്ടാണ് ഗ്രീഷ്മ കോടതിയിൽ വിധി പ്രസ്താവം കേട്ടത്. 2 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന പ്രായം കുറഞ്ഞ പ്രതിയായി മാറിയിരിക്കുകയാണ് ഗ്രീഷ്മ. ഷാരോൺ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കോടതി നിരീക്ഷിച്ചു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് AM ബഷീറാണ് ശിക്ഷ വിധിച്ചത്. കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയെയും മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മൽ കുമാറിനെയും കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. രണ്ടാം പ്രതി അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു. ഗ്രീഷ്മയുടെ അമ്മാവന് 3 വർഷം കഠിന തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത്. വിധി പ്രസ്താവത്തിനിടെ പോലീസിനെയും ജഡ്ജി അഭിനന്ദിച്ചു. സങ്കീർണമായ കേസ് അതിസമർത്ഥമായി പോലീസ് അന്വേഷിച്ചുവെന്നും ജഡ്ജി പറഞ്ഞു. അതിവിദഗ്ധമായ കൊലയെന്നാണ് ജഡ്ജി ഈ കേസിനെ നിരീക്ഷിച്ചത്. പ്രായത്തിന്റെ ഇളവ് ഗ്രീഷ്മയ്ക്ക് നൽകാനാവില്ലെന്നും കൊല്ലപ്പെട്ട ഷാരോണിനും സമാന പ്രായമാണെന്നും കോടതി പറഞ്ഞു. മരണക്കിടക്കയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചിരുന്നില്ല. പ്രണയത്തിന്റെ ആഴമാണിത് വ്യക്തമാക്കുന്നത്. ഗ്രീഷ്മയെ സംശയത്തിൽ നിർത്താൻ ഷാരോൺ തയ്യാറായില്ലെന്നും വിധി പ്രസ്താവത്തിനിടെ കോടതി വ്യക്തമാക്കി. 11 ദിവസം ഷാരോണിന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും ഗ്രീഷ്മയെ അവിശ്വസിച്ചില്ല. ഗ്രീഷ്മയെ നിയമ നടപടിക്ക് വിധേയമാക്കരുതെന്ന് ഷാരോൺ ആഗ്രഹിച്ചിരുന്നു. ഷാരോണുമായി ബന്ധം നിലനിൽക്കെ പ്രതിശ്രുതവരനുമായി ഗ്രീഷ്മ നല്ല ബന്ധം വെച്ചിരുന്നുവെന്നും വിധി പ്രസ്താവത്തിൽ കോടതി പറഞ്ഞു. അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനാണ് ഗ്രീഷ്മ ആത്മഹത്യാശ്രമം നടത്തിയതെന്നും കോടതി നിരീക്ഷിച്ചു. തനിക്ക് 24 വയസ്സ് മാത്രമാണ് പ്രായമെന്നും പരമാവധി ഇളവ് നൽകണമെന്നും ഗ്രീഷ്മ കോടതിയിൽ അപേക്ഷിച്ചിരുന്നു. എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് കോടതി ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. 2022 ഒക്ടോബറിലായിരുന്നു കേരളത്തെ നടുക്കിയ കൊലപാതകം നടന്നത്. 4 വർഷമായി പ്രണയത്തിലായിരുന്നു ഷാരോണും ഗ്രീഷ്മയും. ഇരുവരുടെയും പ്രണയം ഗ്രീഷ്മയുടെ വീട്ടിലറിഞ്ഞതോടെ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഗ്രീഷ്മയോട് കുടുംബം ആവശ്യപ്പെടുകയും മറ്റൊരു വിവാഹാലോചന ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഷാരോണിനെ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ഷാരോൺ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. തുടർന്നാണ് ഷാരോണിനെ വീട്ടിലേക്ക് ക്ഷണിച്ച ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകിയത്. ഗ്രീഷ്മയുമായി കണ്ടുമുട്ടി തിരികെ വീട്ടിലേക്ക് പോകുന്നതിനിടെ ഷാരോൺ ഛർദ്ദിച്ച് അവശനാവുകയും ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് 11 ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങിയത്.